സ്വർഗമൊരു യാഥാർത്ഥ്യം, നരകവും അതുപോലെ എന്ന പുസ്തകമാണിത്. ദൈവം തിരഞ്ഞെടുത്ത വസൂല റീഡന്റെ അസാധാരണമായ ജീവിതാനുഭവങ്ങളിലൂടെയുള്ള ഈ യാത്രയിൽ നിങ്ങളും ചേരൂ. എപ്പിസോഡ് 10. മൂടുപടം മാറ്റുമ്പോൾ ഒരു രാത്രി ഞാൻ തനിച്ചായി. എൻ്റെ മകൻ കട്ടിലിൽ ഉറങ്ങുകയാണ്. എൻ്റെ ഭർത്താവ് ആഫ്രിക്കയിൽ ജോലി ചെയ്യുന്നു. രാത്രി വൈകിയിരുന്നു. പുറത്ത് ഗതാഗതം കുറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്വീകരണ മുറിയിലെ കാർപ്പറ്റിൽ ഇരിക്കുകയാണ്. യേശുവിൽ നിന്നൊരു സന്ദേശം ഞാൻ എഴുതിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് എന്നോട് സംസാരിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ ചോദിച്ചു, അങ്ങ് ഈ മൂടുപടം അല്പമൊന്ന് ഉയർത്തുകയില്ലേ? എന്നാൽ എനിക്കങ്ങയെ കാണാമല്ലോ. ഞാൻ ആവശ്യപ്പെട്ടത് ഒരു മുന്നറിയിപ്പും കൂടാതെ ഈശോ ചെയ്തു. ആ നിമിഷം തന്നെ മുമ്പത്തേക്കാൾ ശക്തമായി അവിടുത്തെ ഭീതിതമായ മഹാപ്രൗഢിയേറിയ സാന്നിധ്യം എൻ്റെ ചുറ്റും എനിക്ക് അനുഭവഭേദ്യമായി. ദൈവത്തിൻ്റെ അപ്രതിരോധ്യമായ ഈ ശക്തിപ്രഭാവം ഇടിവെട്ടുന്നത് പോലെയാണ് എൻ്റെ മേൽ പതിച്ചത്, എന്നെ നിലം പരിശാക്കിക്കൊണ്ട്. ഞാൻ കുറേ നേരം അവിടെ കിടന്നുപോയി, എഴുന്നേൽക്കാനാവാതെ. എനിക്കാരുടെയോ ഒരു സാന്നിധ്യം അനുഭവപ്പെടുകയല്ല, പ്രത്യുത ഞൊടിയിടയിൽ ഭീതിതമായ ഭയാനകവും അപ്രതിരോധ്യവുമായ ഒരു ശക്തി ഞാൻ കാണുകയാണ്. ഞാൻ വിറയ്ക്കുന്നുണ്ട്, എന്നാൽ ഭയം മൂലമല്ല. തികച്ചും പറഞ്ഞറിയിക്കാനാവാത്ത ആ ശക്തിക്ക് മുമ്പിൽ ഞാൻ ഞെട്ടിത്തെറിച്ചുപോയി. അവിടുത്തെ ശക്തിപ്രാപവും മഹത്വവും എൻ്റെ മുഴുവൻ സത്തയിലും അരിച്ചിറങ്ങി എന്നിൽ മുഴുവൻ വ്യാപിച്ചു. എൻ്റെ ചുറ്റുമുള്ളതിന് ഒരു സാന്നിധ്യവും ഇല്ലാതായി. എൻ്റെ സത്തയുടെ ആകത്തുകയും എല്ലാം പൊതിഞ്ഞു നിൽക്കുന്ന, നിറഞ്ഞു കവിയുന്ന സ്വർഗീയ ആനന്ദത്തിൻ്റെ സ്ഥൂലതയിൽ അതിൻ്റെ മൂർധന്യത്തിൽ ഉറച്ചു. എൻ്റെ കവിൾത്തടങ്ങളിലൂടെ കണ്ണീരൊഴുകുന്നത് ഞാൻ മനസ്സിലാക്കിയതേയില്ല. ഞാൻ കരയുകയായിരുന്നില്ല. ആദരവിൻ്റെയും ഭയത്തിൻ്റെയും അശ്രുക്കളായിരുന്നു അവ. ഈ ശക്തമായ ദർശനത്താൽ ക്ഷീണിച്ചു പോയ ഞാൻ എൻ്റെ കണ്ണുനീരിൻ്റെ ഇടയിലൂടെ ചുറ്റും നോക്കി. എഴുതി തീർത്ത നോട്ട് ബുക്കുകൾ ഞാൻ കണ്ടു. പെട്ടെന്നെല്ലാം സ്ഫടികതുല്യം വെളിവാക്കുന്നൊരു ബോധ്യം എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ തന്നെത്താൻ ചോദിച്ചു, ഈ നോട്ട് ബുക്കുകളെല്ലാം ഞാൻ എഴുതിയതാണോ? കർത്താവും ഒരുമിച്ചു, ഹോ, അതെങ്ങനെയാണ്? ദൈവമാണ് എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നതെന്നും നോട്ട് ബുക്കുകളിൽ സത്യമായും സർവശക്തന്റെ വാക്കുകളാണെന്നും എനിക്ക് ബോധ്യമായി. എന്തെങ്കിലും ഒരു സംശയത്തിന്റെ അംശമെങ്കിലും നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അതും ഇപ്പോൾ അവിടുത്തെ പ്രകാശധാരയിൽ അലിഞ്ഞില്ലാതെയായി. ആ നിമിഷം എനിക്ക് പ്രപഞ്ചത്തെക്കുറിച്ച് മൊത്തത്തിൽ ഒരു കാഴ്ചപ്പാട് ലഭിച്ചു. ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തിയോടും മഹത്വത്തോടും തുലനം ചെയ്യുമ്പോൾ ഇവിടെ ഏതൊന്നിന്റെ ബൃഹത്തായ വിസ്തൃതിയും ഒന്നുമല്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ദൈവം അരൂപികളിൽ വെച്ച് അനിഷേധ്യമാംവിധം സർവശക്തനായ അരൂപിയും എല്ലാറ്റിൻ്റെയും സൃഷ്ടാവുമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് അവിടുന്ന് സൃഷ്ടിച്ചത്. അവിടുന്ന് നിത്യനാണ്. അവിടുന്ന് എല്ലാറ്റിൻ്റെയും അധിപനുമാണ്. അവിടുത്തേക്ക് ഈ പ്രപഞ്ചം ഒരു പൊടിയുടെ പൊട്ടുപോലെയാണ്. എന്നാൽ ഈ വലിയ ദൈവം എത്രയധികം ലാളിത്യവും എളിമയും സ്നേഹവും കരുണയുമാണ്. നമ്മിൽ ആർക്കും മനസ്സിലാക്കാവുന്നതിലും വളരെ അപ്പുറത്താണത്. ദൈവത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ വിചാരം കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ തവിടുപൊടിയാക്കാൻ സാധിക്കും. അങ്ങനെ മുഴുവൻ സൃഷ്ടിയും അപ്രത്യക്ഷമാകും. യേശു ക്രിസ്തുവിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് അവിടുത്തോട് ബന്ധിപ്പിച്ച് പറയാം. കാരണം അവിടുത്തേക്ക് ഒരു മനുഷ്യന്റെ രൂപമുണ്ട്. എന്നാൽ അവിടുത്തെ ദൈവിക ശക്തിയും സർവശക്തിത്വവും അവിടുന്ന് ദൈവമാണെന്ന വസ്തുതയും നാം മറക്കുന്നു. ഈ അതിസ്വാഭാവിക ബോധ്യം എനിക്ക് കിട്ടിയപ്പോൾ ഈ ഭൂമി മുഴുവനും കൂടി ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒന്നുമല്ലെന്ന് ഞാൻ മനസ്സിലാക്കി. എല്ലാ വസ്തുക്കളെയും ചൂഴ്ന്നു നിൽക്കുന്ന ഈ സർവശക്തനായ ദൈവം അവിടുത്തെ തൃക്കരങ്ങളിൽ തിരുഹൃദയവുമായി അത് നൽകാനായി എൻ്റെ നേരെ, നമ്മുടെ ഓരോരുത്തരുടെയും നേരെ വരികയാണ്. അവിടുന്ന് ഋജുവായ വാക്കുകൾ ഉപയോഗിച്ച് സരളമായി സംസാരിക്കുന്നു. ഇരുണ്ട കോണുകളിൽ അവിടുന്ന് സംസാരിക്കാറില്ല. അവിടുത്തെ സ്വരം എൻ്റെ കാതുകൾക്ക് സംഗീതമാണ്. രാജകീയമായ ആധികാരികതയോടെ അവിടുന്ന് നമ്മോട് സംസാരിക്കുന്നു. അവിടുത്തെ സുഭാഷിതങ്ങളിൽ മറഞ്ഞുകിടക്കുന്ന അർത്ഥങ്ങൾ ഗ്രഹിക്കാൻ അവിടുത്തെ ചിന്തകൾ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു. നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞ് ജീവന്റെ പുസ്തകത്തിലുള്ള രഹസ്യാത്മക വാക്യങ്ങളെ അവിടുത്തെ പുഞ്ചിരിയും ആനന്ദവും നമുക്ക് മുദ്രമാറ്റി അനാവൃതമാക്കി തരുന്നു. അവിടുത്തെ സംഭാഷണം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അവിടുന്ന് ഒരു നല്ല കവിയും ഒരു നല്ല കലാകാരനുമാണെന്ന്. അവിടുന്ന് തന്നെ അതൊരു സന്ദേശത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്.
ഈ കൃപയുടെ കാലങ്ങളിൽ ഞാൻ കരുണയുമായി നിങ്ങളുടെ അടുക്കൽ വന്ന് കവിതയിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു. ഞാൻ ഉച്ചരിച്ച വാക്കുകൾ ഭക്തിയും ധർമ്മവുമാണ്. എന്നെ സമീപിക്കുന്നവരെ അവരുടെ നെറ്റിത്തടങ്ങളിൽ മുദ്ര കുത്തിക്കൊണ്ട് സന്തോഷത്തിന്റെ തൈലത്താൽ ഞാൻ അഭിഷേകം ചെയ്യും. 21/5/2001. പ്രകൃതിയും അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ വിസ്മയാവഹമായ എല്ലാ നിറങ്ങളും അവിടുന്ന് സൃഷ്ടിച്ചത് കാണുമ്പോൾ ദൈവത്തിന് നല്ല അഭിരുചിയുണ്ടെന്നും അവിടുന്ന് ചെയ്യുന്നതെല്ലാം അവിടുന്ന് ആസ്വദിക്കുന്നുമെന്നാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ അവിടുന്ന് തൻ്റെ സംതൃപ്തി മറച്ചു വയ്ക്കുന്നില്ല. കാരണം അവിടുന്ന് സൃഷ്ടിച്ചവയെ നല്ലത് എന്ന് അവിടുന്ന് അഭിസംബോധന ചെയ്യുന്നു, അവയെപ്പറ്റി സന്തോഷിക്കുകയും ചെയ്യുന്നു. എല്ലാറ്റിനും ഉപരിയായി അവിടുന്ന് സൃഷ്ടിച്ച ഈ നല്ല വസ്തുക്കൾ നമുക്ക് സൗജന്യമായി നൽകുന്നതിൽ അവിടുന്ന് ആനന്ദം കൊള്ളുന്നു. നമുക്ക് ആസ്വദിക്കാനും നമ്മോടൊത്ത് അവിടുത്തെ സൃഷ്ടിയുടെ മഹിമ പങ്കുവയ്ക്കുവാനുമായിട്ടാണത്. എത്ര പെട്ടെന്ന് ഈ അനുഭവം ആരംഭിച്ചുവോ അപ്പോൾ തന്നെ അത് അവസാനിക്കുകയും ചെയ്തു. ഈശോ എന്നോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഞാൻ നിന്റെ കണ്ണുകൾക്ക് മറയിട്ടിരിക്കുന്നതെന്ന് മനസ്സിലായോ? അല്ലെങ്കിൽ സാധാരണ രീതിയിൽ സഞ്ചരിക്കാൻ നിനക്ക് പിന്നെ സാധിക്കുകയില്ല. മൂടുപടത്തിന്റെ ഒരു മൂല മാത്രമേ ഞാൻ ഉയർത്തിയുള്ളൂ, മുഴുവൻ മൂടുപടവും മാറ്റിയില്ല. എനിക്ക് യാതൊരു അർഹതയുമില്ലാതിരിക്കെ ഈ കൃപകളും ദാനങ്ങളും അവിടുന്ന് എനിക്ക് നൽകിയതിന് ഞാൻ അവിടുത്തേക്ക് നന്ദി പറഞ്ഞു. ഈ ദൗത്യത്തിൽ അവിടുന്ന് എന്നെ ഏകയായി ഉപേക്ഷിക്കുകയില്ല എന്നെനിക്ക് മനസ്സിലായി തുടങ്ങി. അവിടുന്ന് അരുളി ചെയ്ത ചില വാക്കുകൾ ഞാൻ ഓർത്തു. ഇതാ ചിലത്: എൻ്റെ പരിശുദ്ധമായ പ്രവർത്തനങ്ങൾ വിളംബരം ചെയ്യുക, എൻ്റെ ദീപം നിന്റെ പുരമകളിൽ പ്രകാശിപ്പിച്ച് എന്നെ മഹത്വപ്പെടുത്തുക. അങ്ങനെ ഈ ദീപം എല്ലാവരും കാണട്ടെ. ഈ പ്രകാശം കാണുമ്പോൾ അകലങ്ങളിൽ നിന്നും വിദൂരങ്ങളിൽ നിന്നും അവർ വന്നു ചേരുകയും ഞാൻ എങ്ങനെയാണ് നിന്നിലേക്ക് വന്ന് ഈ പ്രകാശം നിനക്ക് നൽകിയതെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യട്ടെ. 24 ജനുവരി 1988. ഈ ദർശനത്തിന് ശേഷം കാര്യങ്ങൾ സാധാരണഗതിയിൽ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഒരു ദൈവശാസ്ത്രജ്ഞന്റെ ക്ലാസ്സിന് എന്നെ ക്ഷണിച്ചു. മിസ്റ്റിസം സംബന്ധിച്ച ദൈവശാസ്ത്രമാണ് അയാൾ അന്ന് കൈകാര്യം ചെയ്യുന്നത്. ആ രംഗത്ത് അദ്ദേഹത്തിന് ഒരു ആധികാരികതയുണ്ട്. അതുകൊണ്ട് എനിക്ക് താല്പര്യം തോന്നി. അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങൾ എനിക്ക് എൻ്റെ സ്ഥിതിയെപ്പറ്റി കുറച്ചുകൂടി വ്യക്തമായ ബോധ്യം നൽകും എന്ന് ഞാൻ വിശ്വസിച്ചു. എൻ്റെ സുഹൃത്ത് എന്നെപ്പറ്റി ഈ ദൈവശാസ്ത്രജ്ഞനോട് നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു. അദ്ദേഹം ഈ സന്ദേശങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് ഫ്രഞ്ചിലേക്ക് തർജ്ജമ ചെയ്യാൻ താല്പര്യപ്പെട്ടിരിക്കുകയായിരുന്നു. ഈ ദൈവശാസ്ത്രജ്ഞൻ ആൽപ്സ് പർവ്വതനിരകളിലുള്ള ഒരു ബെനഡിക്റ്റിൻ ആശ്രമത്തിലെ സന്യാസികൾക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കാൻ തീരുമാനിച്ചു. ഇദ്ദേഹം അവർക്ക് വളരെ സമ്മതനായ ഒരു വ്യക്തിയാണ്. അവരുടെ ആശ്രമത്തിൽ ഇദ്ദേഹത്തിന് ധ്യാനത്തിനു വേണ്ടി ഉപയോഗിക്കാനായി ഒരു മുറിയും അവർ കൊടുത്തിട്ടുണ്ട്. എനിക്കും ആ വിശുദ്ധരായ സന്യാസിമാരെ കാണാൻ താല്പര്യമായിരുന്നു. എന്നെപ്പറ്റി കേട്ടപ്പോൾ എൻ്റെ കഥകൾ കേൾക്കാൻ അവർക്ക് താല്പര്യമായി. ഞാൻ അവരുമായി സംസാരിച്ചു. അപ്പോൾ ഈ കാലഘട്ടത്തിന് വേണ്ടിയുള്ള സന്ദേശം നൽകിക്കൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചതോർത്ത് അവർ ആനന്ദിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെല്ലണമെന്നും ഒന്നിച്ച് പ്രാർത്ഥിക്കണമെന്നും അവർ ആവശ്യപ്പെടുകയും ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോൾ സുപ്പീരിയർ അച്ഛന് ഒരു ക്രൂശിത രൂപം കൊടുത്തു. ഈശോ ഒരു പ്രത്യേക രീതിയിൽ ആശീർവദിച്ചു തന്ന രൂപമായിരുന്നു അത്. അദ്ദേഹത്തിന് ആ ഉപഹാരം വളരെ ഇഷ്ടപ്പെട്ടു. എങ്ങനെയായാലും കാര്യങ്ങൾ പെട്ടെന്ന് വ്യത്യാസപ്പെട്ടു. പ്രയോജനകരമായ അന്തരീക്ഷം അധികം നീണ്ടു നിന്നില്ല. കാരണം വീണ്ടും സാത്താൻ ഇടപെട്ടു. ആത്മാക്കളെ നിരുത്സാഹപ്പെടുത്താൻ മനുഷ്യരെയും വസ്തുക്കളെയും ഉപയോഗിച്ച് അവൻ ലക്ഷ്യം നേടാറുണ്ടെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. കള്ളവും ചതിയും ഉപയോഗിച്ച് നല്ല ആളുകളെ അന്ധീകരിച്ച് അവൻ നോട്ടം വെച്ചിരിക്കുന്ന ആത്മാവിൻ്റെ പീഡകരായി അവരെ മാറ്റും. അങ്ങനെ എല്ലാം അവൻ അനുകൂലമായി അവൻ ക്രമീകരിക്കും. സാത്താൻ മാനുഷിക ബലഹീനതകൾ ഉപയോഗിച്ച് ദുരിതവും ചിന്താക്കുഴപ്പവും തർക്കവും ഉണ്ടാക്കും. അതുകൂടാതെ പ്രകൃതി നിയമങ്ങളെ അവന്റെ സൗകര്യത്തിനുപയോഗിച്ച് വലിയ കെടുതിയിലേക്ക് നയിക്കുകയും ചെയ്യും. ഇതാണ് ആ ആശ്രമത്തിൽ നടന്നത്. ഈ സന്യാസിമാർക്ക് ഒരു വൃദ്ധ സ്ത്രീയെ പരിചയമുണ്ടായിരുന്നു. അവർ ആ ആശ്രമത്തിലെ മിസ്റ്റിക് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ശരിയായ ദൈവാനുഭവമുണ്ടെന്ന് അവകാശപ്പെട്ടിരുന്ന അവരാണ് വർഷങ്ങളായി സന്യാസിമാരെ നയിച്ചിരുന്നതും ആശ്രമത്തെ നിയന്ത്രിച്ചിരുന്നതും. ആ സന്യാസിമാർ വളരെ സന്തോഷത്തോടെ എന്നെ അവർക്ക് പരിചയപ്പെടുത്തി. പരസ്പരം അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന സൗഹൃദത്തിൻ്റെ അവസരമാകേണ്ടതിന് പകരം
ഞങ്ങളുടെ സന്ദർശനം വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് പര്യവസാനിച്ചത്. ഞാൻ അവിടെ ചെന്നത് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന നിലയിലായിരുന്നു. ഒരു സൗഹൃദ സന്ദർശനം എന്നതിന് പകരം മുഴുവൻ സമയവും ചോദ്യം ചോദിക്കലായിരുന്നു. അവരുടെ തണുപ്പൻ രീതിയും എൻ്റെ നേരെയുള്ള വിരോധവും ഒരു മിസ്റ്റിക് എന്ന നിലയിൽ അവരെപ്പറ്റി ഞാൻ പുലർത്തിയിരുന്ന നല്ല അഭിപ്രായത്തിന് ഒട്ടും നിരക്കാത്തതായിരുന്നു. അവരുടെ പരുക്കൻ പെരുമാറ്റം എന്നെ വളരെ മുറിപ്പെടുത്തുകയും ചെയ്തു. എൻ്റെ കാര്യത്തിൽ സന്യാസിമാർ കാണിച്ച താല്പര്യം അവർക്കൊട്ടും തൃപ്തികരമായില്ല. അവരുടെ സ്വന്തം അധികാര മണ്ഡലമായാണ് ആ സെമിനാരി അവർ കരുതിയിരുന്നത്. അതുകൊണ്ട് അവിടെ നിന്നും എന്നെ ഓടിക്കാൻ വേണ്ടി ഞാനൊരു സൂത്രക്കാരിയാണെന്ന് അവർ സന്യാസിമാരോട് പറഞ്ഞു. സന്ദേശങ്ങളെപ്പറ്റിയും ദൈവവുമായുള്ള ബന്ധത്തെപ്പറ്റിയുമൊക്കെയുള്ള എൻ്റെ അവകാശവാദങ്ങളെല്ലാം വെറും വീരവാദവും കള്ളത്തരവുമാണെന്ന് അവർ സന്യാസിമാരെ വിശ്വസിപ്പിച്ചു. സുപ്പീരിയറോട് ഞാൻ കൊടുത്ത ആ ക്രൂശിത രൂപം ഉപയോഗിക്കരുതെന്നും അതിൽ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനമുണ്ടെന്നും അവർ പറഞ്ഞു. അദ്ദേഹം അത് വിശ്വസിച്ചെന്നും ക്രൂശിത രൂപം ആശ്രമത്തിന്റെ ജനാലയിൽ കൂടി താഴെ പാറക്കെട്ടിലേക്ക് എറിഞ്ഞു കളഞ്ഞെന്നും പിന്നീട് ഞാൻ അറിഞ്ഞു. ഇതെനിക്ക് ഒത്തിരി ദുഃഖമുണ്ടാക്കി. എൻ്റെ സാന്നിധ്യം സന്യാസിമാരുടെ മേലുള്ള അവരുടെ സ്വാതന്ത്ര്യവും അധികാരവും നഷ്ടപ്പെടാനിടയാക്കുമെന്ന് അവർ ചിന്തിച്ചെന്ന് ഞാൻ കരുതുകയാണ്. എന്നാൽ ഒരിക്കലും ഞാനങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല. എൻ്റെ സുഹൃത്തായ ആ ദൈവശാസ്ത്രജ്ഞന് ഇത് വളരെ വിഷമമായി പോയി. അദ്ദേഹം പിന്നീടൊരിക്കലും പർവ്വത മുകളിലുള്ള ആ ആശ്രമത്തിൽ പോയതേയില്ല. ആളുകളെ എനിക്കെതിരെ തിരിക്കാൻ ആ സുപ്പീരിയർ തന്നാലാവുന്നതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു, സ്വിറ്റ്സർലൻഡിലും വിദേശത്തും. വളരെ ബഹുമാന്യനായ ഒരു ഇറ്റാലിയൻ വൈദികന് എന്നെപ്പറ്റി അദ്ദേഹം തെറ്റായ വിവരങ്ങൾ കൊടുക്കുകയും അങ്ങനെ സന്ദേശങ്ങളെ അവമതിക്കുകയും ചെയ്തു. ഇദ്ദേഹം പരിശുദ്ധ കന്യകയിൽ നിന്നും സന്ദേശങ്ങൾ ലഭിക്കുന്ന ആളായിരുന്നു. കൂടാതെ വൈദികർക്ക് വേണ്ടി ഒരു മരിയൻ പ്രസ്ഥാനവും അദ്ദേഹം ആരംഭിക്കുകയുണ്ടായി. അതുകൊണ്ട് ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ലോകമെമ്പാടും ധാരാളം വൈദികരും ബിഷപ്പുമാരുമെല്ലാം ഈ പ്രസ്ഥാനത്തിൽ അംഗങ്ങളാണ്. ആ സുപ്പീരിയറിനായിരുന്നു സ്വിറ്റ്സർലൻഡിൽ ഈ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തം. അതുകൊണ്ട് അദ്ദേഹം കൊടുത്ത തെറ്റായ വിവരം ഇറ്റാലിയൻ വൈദികൻ വിശ്വസിച്ചു. അത് രാജ്യാന്തര തലത്തിൽ ദോഷം ചെയ്യുകയും ചെയ്തു. കാരണം ഈ ഇറ്റാലിയൻ വൈദികന്റെ കീഴിലുള്ള ധാരാളം വൈദികർ കർത്താവിന്റെ സന്ദേശങ്ങൾക്കെതിരായി. ഫാദർ ബോർഡോ എന്നു പേരായ ഒരു അമേരിക്കൻ വൈദികന് സന്ദേശങ്ങളുടെ ഫോട്ടോ കോപ്പികൾ ലഭിക്കാനിടയാവുകയും അവ വളരെ താല്പര്യത്തോടെ വായിക്കുകയും ചെയ്തു. നിർഭാഗ്യവശാൽ അദ്ദേഹം ഇക്കാര്യം ആ ഇറ്റാലിയൻ വൈദികനോട് സംസാരിച്ചു. ഇത് സാത്താന്റെ പണിയാണ്, സൂക്ഷിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഫാദർ ബോർഡോയ്ക്ക് വളരെയധികം സങ്കടമായി പോയി എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. കാരണം ആ സന്ദേശങ്ങൾ ഫാദർ ബോർഡോയുടെ ഹൃദയത്തെ സ്പർശിച്ചിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം വ്യക്തമായും അദ്ദേഹം അതിൽ അനുഭവിച്ചറിയുകയും ചെയ്തിരുന്നു. ഈ ആഘാതം ലഭിച്ചതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഫാദർ ബോർഡോ മജ്ജുഗോറിയയിൽ പോകാൻ ക്ഷണിക്കപ്പെട്ടു. ക്രൊയേഷ്യയിലെ ഒരു ചെറു ഗ്രാമമാണ് മജ്ജുഗോറിയ. അവിടെ 5 ചെറിയ കുട്ടികൾക്ക് പരിശുദ്ധ കന്യക എല്ലാ ദിവസവും പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു. 10,000 അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹൃദയഭാരത്തോടെ അദ്ദേഹം അവിടേക്ക് യാത്ര ചെയ്തു. ദൈവത്തോട് ഒരടയാളവും ചോദിച്ചു. എൻ്റെ ദൈവമേ, നീ വസുലയോട് കൂടെയുണ്ടെങ്കിൽ, നീയാണ് യഥാർത്ഥത്തിൽ അവൾക്ക് സന്ദേശങ്ങൾ നൽകുന്നതെങ്കിൽ, അടയാളമായി എനിക്കിന്നൊരു പൂച്ചെണ്ട് ലഭിക്കണം എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വിഖ്യാതമായ മജ്ജുഗോറിയ പള്ളിയുടെ പുറത്ത് കുമ്പസാരിപ്പിക്കാനിരിക്കുന്ന വൈദികരുടെ അടുത്തേക്ക് പോയി. പെട്ടെന്ന് കാട്ടുപൂക്കളുടെ ഒരു ചെണ്ടും പിടിച്ച് വളരെ പൊക്കമുള്ള ഒരാൾ അദ്ദേഹത്തെ സമീപിച്ചു. അത്ഭുതത്തോടെ ആ പൂക്കളിലേക്ക് തുറച്ചു നോക്കി സംഭ്രമത്തോടെ ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് ഈ പൂക്കൾ? ആ അപരിചിതൻ പറഞ്ഞു, ഈ പൂക്കൾ താങ്കൾക്ക് വേണ്ടിയാണ്, താങ്കൾ ഇത് സ്വീകരിച്ചാലും. ഇത്ര പെട്ടെന്ന് കർത്താവ് ഉത്തരം തന്നതോർത്ത് അതിശയിച്ച് അദ്ദേഹം ഒരു വിധത്തിൽ ചോദിച്ചു, ഇതെവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ പൂക്കൾ കിട്ടിയത്? രാവിലെ ഞാൻ നടക്കാൻ പോയപ്പോൾ കുറച്ച് കുട്ടികൾ വയലിൽ കളിക്കുന്നത് കണ്ടു. അവരെന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് കാട്ടുപൂക്കൾ പറിക്കാൻ തുടങ്ങി. എന്നിട്ട് ഓടി എൻ്റെ അടുത്ത് വന്ന് എനിക്ക് തന്നു. അദ്ദേഹം പറഞ്ഞു നിർത്തി. ഹൃദയത്തിലെ മുഴുവൻ സംശയവും മാറി. അങ്ങനെ ആ സന്യാസി അമേരിക്കയിൽ സന്ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രചാരകനായി മാറി. ഈസ്റ്റർ കാലമായപ്പോൾ കർത്താവ് എനിക്കൊരു ബോധ്യം തന്നു. ആ ബെനഡിക്റ്റിൻ സന്യാസിമാർ എന്നോട് കാണിച്ച് ഉപവിക്ക് നിരക്കാത്ത പ്രവർത്തനവും അവിടുത്തെ സന്ദേശത്തോടുള്ള
അവരുടെ നിഷേധാത്മകമായ നിലപാടും ഈശോയെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ടെന്ന്. അവർക്കൊരു കാർഡ് അയക്കാനും അവരുമായി അനുരഞ്ജനത്തിലാകാനും അവിടുന്ന് ആവശ്യപ്പെട്ടു. നുണയും അപവാദവും പറഞ്ഞു പരത്തി അദ്ദേഹം എന്നെ വളരെയധികം മുറിപ്പെടുത്തിയിരുന്നെങ്കിലും അദ്ദേഹത്തോട് ക്ഷമിക്കാനും എനിക്ക് അവരോട് യാതൊരു വെറുപ്പുമില്ലെന്ന് അവരെ ബോധ്യപ്പെടുത്താനും ഞാൻ തയ്യാറായിരുന്നു. ഈശോ പ്രോത്സാഹിപ്പിച്ചതനുസരിച്ച് ഞാൻ അദ്ദേഹത്തിന് ഈസ്റ്റർ ആശംസകൾ അയച്ചു. അദ്ദേഹം മറുപടി അയച്ചില്ല. സംഭവിക്കാനിരുന്നവ കണക്കാക്കുമ്പോൾ കർത്താവ് അയാൾക്കൊരവസരം നൽകുകയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതിനിടയ്ക്ക് ആ ഇറ്റാലിയൻ വൈദികന് വളരെ വിശ്വസനീയമായൊരു കേന്ദ്രത്തിൽ നിന്ന് എന്നെ പറ്റിയുള്ള നിജസ്ഥിതി മനസ്സിലായി. ഫാദർ റെനെ ലൊറാറ്റിൻ എന്ന വിഖ്യാതനായ ദൈവശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തോട് സംസാരിച്ചത്. സന്ദേശങ്ങളെപ്പറ്റിയുള്ള ഫാദർ റെനോ ലോററ്റിന്റെ നല്ല അഭിപ്രായങ്ങൾ ഇന്നും വളരെ പ്രയോജനകരമാണ്. ഇറ്റാലിയൻ വൈദികന് തെറ്റിദ്ധരിക്കപ്പെട്ടതിൽ വലിയ കുണ്ഠിതം തോന്നി. അടുത്ത തവണ അദ്ദേഹം സ്വിറ്റ്സർലൻഡിൽ വന്നപ്പോൾ പരിഭാഷകനായി എത്തിയത് ആ ബെനഡിക്റ്റിൻ സന്യാസി തന്നെയായിരുന്നു. തന്നെ തെറ്റിദ്ധരിപ്പിച്ചതിന് അദ്ദേഹം അയാളെ ശകാരിച്ചു. പാവം സന്യാസിക്ക് അതിൽ വല്ലായ്മ തോന്നി. എന്നാൽ അവിടം കൊണ്ടും അത് തീർന്നില്ല. അടുത്ത ദിവസം ആ ഇറ്റാലിയൻ വൈദികൻ സാധാരണക്കാർക്ക് വേണ്ടി ഒരു സമ്മേളനം നടത്തുന്നുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തുക്കളും പോകുന്നുണ്ടായിരുന്നു. എന്നോടും കൂടെ ചെല്ലാൻ അവർ ആവശ്യപ്പെട്ടു. പോകണമോ എന്ന് എനിക്ക് അത്ര നിശ്ചയമില്ലായിരുന്നു. എന്നാൽ എൻ്റെ സുഹൃത്തുക്കൾ നിർബന്ധിച്ചതിനാൽ ഞാനും പോയി. ആ വൈദികൻ തൻ്റെ പ്രസംഗത്തിൻ്റെ മധ്യത്തിൽ എൻ്റെ കാര്യമെടുത്തിട്ടു. ഓരോരുത്തർക്കും ദൈവത്തിൽ നിന്ന് വ്യത്യസ്തങ്ങളായ വരങ്ങളാണ് ലഭിക്കുന്നതെന്നും അവ കാര്യസം എന്നാണ് പറയപ്പെടുന്നതെന്നും ആരും എന്നെ പീഡിപ്പിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ദൈവത്തിൽ നിന്നും ഇങ്ങനെ പ്രവചനത്തിൻ്റെ വരം, രോഗശാന്തിയുടെ വരം, അറിവിൻ്റെ വരം, ഇതുപോലെ മറ്റു വരങ്ങളും ലഭിക്കുന്നവരുണ്ട്. ജനങ്ങൾക്ക് സ്വന്തം താല്പര്യമനുസരിച്ച് ഇവരെ സമീപിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാം കൂടി കൂട്ടിക്കൊഴിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ഓരോ വരദാനവും അതതിൻ്റെ രീതിയിൽ വേണം കൈകാര്യം ചെയ്യാൻ. എന്നെപ്പറ്റി വൈദികൻ പറഞ്ഞ വാക്കുകൾ പരിഭാഷ ചെയ്യുമ്പോൾ ആ സന്യാസി വിവരണനാകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോൾ നന്ദി പറയാനായി ഞാൻ ആ വൈദികന്റെ അടുത്ത് ചെന്നു. അദ്ദേഹം ആ സന്യാസിയുടെ അടുത്തു നിൽക്കുകയായിരുന്നു. ഉയരം കുറവായിരുന്നെങ്കിലും അദ്ദേഹം ആ സന്യാസിയുടെ കഴുത്തിൽ പിടിച്ചു താഴ്ത്തി തൻ്റെ ഒപ്പം കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ എൻ്റെ മുമ്പിൽ വെച്ച് ഇവരെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുക, അങ്ങനെ രമ്യതയിലാവുക. അങ്ങനെ ഞങ്ങൾ കെട്ടിപ്പിടിച്ചപ്പോൾ ആ സന്യാസി എൻ്റെ ചെവിയിൽ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കാർഡ് കിട്ടിയിരുന്നു, എന്നാൽ മറുപടി അയക്കണമെന്ന് തോന്നിയില്ല. ഇതിനിടയ്ക്ക് ബെനഡിക്റ്റിൻ സന്യാസിയുടെ വഴങ്ങാത്ത പ്രകൃതവും എന്നെക്കുറിച്ചുള്ള നിരന്തരമായ കുറ്റാരോപണങ്ങളും മൂലം ആ ദൈവശാസ്ത്രജ്ഞൻ നീരസപ്പെട്ട് ആശ്രമത്തിൽ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന മുറി ഉപേക്ഷിച്ചു പോയി. കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സന്യാസി ഗുരുതരമായ രോഗാവസ്ഥയിലായി. അദ്ദേഹവുമായി പരിചയമുള്ള എൻ്റെ ഒരു സ്നേഹിത ക്ഷീണിതാവസ്ഥയിൽ അദ്ദേഹത്തോട് സംസാരിക്കാനും ഉന്മേഷപ്പെടുത്താനുമായി കൂടെ കൂടെ അവിടെ പോകുമായിരുന്നു. ഓരോ തവണയും അവൾ എന്നെക്കുറിച്ചും സന്ദേശങ്ങളുടെ പ്രചാരത്തെക്കുറിച്ചും അവ വഴിയുണ്ടാകുന്ന നല്ല ഫലങ്ങളെക്കുറിച്ചുമൊക്കെ പറയാറുണ്ടായിരുന്നു. അവസാനം മരിക്കുന്നതിന് മുമ്പായി അദ്ദേഹം തൻ്റെ തെറ്റ് മനസ്സിലാക്കി അനുതപിച്ചു. ഞാൻ അതിൽ ദൈവത്തിൻ്റെ ഇടപെടൽ കണ്ടു. കാരണം ആ മരിക്കാറായ സന്യാസി എൻ്റെ സ്നേഹിതയോട് സന്ദേശങ്ങളുടെ പുസ്തകം കൊണ്ടുചെന്ന് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഇതെനിക്കൊരു പാഠമായിരുന്നു. ദൈവം അവിടുത്തെ അനന്ത കരുണയിൽ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെയാണ് അനുതപിക്കാൻ അവസരം തരുന്നതെന്ന് ഞാൻ പഠിച്ചു. വായുവിന് വസന്തത്തിന്റെ ഗന്ധവും ആകാശത്തിന് നല്ല നീലനിറവുമുള്ള ഒരു തെളിഞ്ഞ ദിവസം പുറത്ത് ലെമാൻ തടാകത്തിന് നേരെയുള്ള എൻ്റെ കൊച്ചു വരാന്തയിലിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് ഞാൻ കരുതി. ഞാൻ കഴിക്കാൻ ആരംഭിച്ചപ്പോൾ ഈശോ എൻ്റെ അടുത്ത കസേരയിൽ എൻ്റെ ഭക്ഷണത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ആത്മാവിൻ്റെ നേത്രങ്ങൾ കൊണ്ട് ഞാൻ കണ്ടു. അവിടുന്ന് ഒരു വാക്കുപോലും ഉരിയാടാതിരുന്നപ്പോൾ എനിക്ക് അസ്വസ്ഥത തോന്നി. ഞാൻ കഴിക്കൽ നിർത്തി. എൻ്റെ പ്ലേറ്റിലേക്ക് ചൂണ്ടിക്കൊണ്ട് ആ താടിയുമായി അവിടുന്ന് ചോദിച്ചു, ഇത് നല്ലതല്ലേ? അതെ, അതേ കർത്താവേ. വായിൽ കുറച്ച് ഭക്ഷണം കിടന്നതിൻ്റെ പരിങ്ങലോടെ പെട്ടെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. ഞാനിത് ആശീർവദിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? അവിടുന്ന് ചോദിച്ചു. എനിക്ക് മനസ്സിലായി. ഞാനൊരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു, ഊവ് കർത്താവേ. അവിടുന്ന് അത് ആശീർവദിച്ചിട്ട് ഞാൻ കഴിച്ചു തീരുന്നതുവരെ എൻ്റെ കൂടെ ഇരുന്നു. അതുവഴി അവിടുന്ന് എന്നെ ബോധ്യപ്പെടുത്തിയത് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ അവിടത്തേക്ക് നന്ദി പറയണമെന്നാണ്.
ഞാൻ അങ്ങനെ ചെയ്തു. നമുക്കെല്ലാവർക്കും അവിടുത്തെ ആശീർവാദം തരാൻ കർത്താവ് എത്ര ഉത്സുകനാണെന്ന് കാണിക്കാനാണ് അവിടുന്ന് ഇപ്രകാരം പ്രത്യക്ഷപ്പെട്ടതെന്ന് എന്നെ ബോധ്യപ്പെടുത്തി. റോഡസിലുള്ള എൻ്റെ സഹോദരിക്ക് സന്ദേശങ്ങളുടെ പകർപ്പ് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അവൾ അവിടെ സന്ദേശങ്ങളുടെ ഒരു യഥാർത്ഥ അപ്പസ്തോലയായി. അവൾ പതിവായി ഈ സന്ദേശങ്ങൾ അവളുടെ സുഹൃത്തുക്കളുമായും അയൽക്കാരുമായും പങ്കുവച്ചുകൊണ്ടിരുന്നു. അവർക്കത് കേൾക്കുന്നതിലും സന്ദേശങ്ങൾ വായിക്കുന്നതിലും വളരെ താല്പര്യമുണ്ടായിരുന്നു. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമില്ലാതിരുന്ന പലരും തീഷ്ണതയുള്ള ക്രിസ്ത്യാനികളാവുകയും സഭാജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. എൻ്റെ സഹോദരി ജ്വലിച്ചു നിൽക്കുകയായിരുന്നു. സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് അവളെ തടയാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല. സ്വിറ്റ്സർലൻഡിലുള്ള അവളുടെ പഴയ സുഹൃത്തുക്കൾക്കും ഫോൺ ചെയ്ത് എൻ്റെ അനുഭവങ്ങളെപ്പറ്റി അവൾ പറഞ്ഞു. അതനുസരിച്ച് അവരിൽ ഒരാൾ എന്നെ വിളിച്ച് വന്നു കാണുന്നതിന് അനുവാദം ചോദിച്ചു. എൻ്റെ ഫ്ലാറ്റിലേക്ക് ഞാൻ അവളെ ക്ഷണിച്ചു. ഞാൻ അവളോട് എൻ്റെ കഥ പറഞ്ഞു. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൂടെ എൻ്റെ നോട്ട് ബുക്കുകൾ ഇരിക്കുന്ന അലമാരയുടെ ദിശയിലേക്ക് അവൾ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അവസാനം അവൾ എന്നോട് ചോദിച്ചു, സ്വീകരണ മുറിയിൽ ഇത്ര പരിമളം പരത്തുന്ന ആ റോസാ പുഷ്പങ്ങൾ എവിടെ നിൽക്കുന്നു? നോക്കിയിട്ട് കാണുന്നില്ലല്ലോ എന്ന്. അങ്ങനെ റോസാ ചെടി ഇല്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. റോസിന്റെ സുഗന്ധമേറ്റ് അവളുടെ മൂക്ക് എരിയുകയാണെന്ന് അവൾ പറഞ്ഞു. നോട്ട് ബുക്കുകൾ അവളെ കാണിക്കാനായി ഞാൻ അലമാര തുറന്നു. പെട്ടെന്ന് അവൾ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അവിടെ നിന്നാണ് ഈ സൗരഭ്യം വരുന്നത് എന്ന്. ഈ സമയമൊന്നും എനിക്കൊരു ഗന്ധവും അനുഭവപ്പെട്ടില്ല. ഏതായാലും ഓഫീസിൽ തിരിച്ചെത്തിയിട്ട് അവൾ ആദ്യം ചെയ്തത് സഹപ്രവർത്തകരോടെല്ലാം ഇതിനെപ്പറ്റി പറയുകയാണ്. കാരണം അവളുടെ അനുഭവം അവളെ അത്രയ്ക്കും സ്വാധീനിച്ചിരുന്നു. അവളുടെ ബോസിന് വളരെ താല്പര്യമായി. എന്നെ കാണാൻ അവളുടെ കൂടെ അദ്ദേഹവും വന്നോട്ടെ എന്ന് ചോദിച്ചു. ഇത്തരം അതിസ്വാഭാവിക അടയാളങ്ങൾ കാണുന്നതിനേക്കാൾ ഈശോയെപ്പറ്റി കേൾക്കാനായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം. അവളുടെ ബോസ് ജന്മം കൊണ്ട് ഒരു ഇറ്റലിക്കാരനാണ്. എന്നാൽ കൂടുതൽ കാലവും സ്വിറ്റ്സർലൻഡിലായിരുന്നു. നൃത്തശാലകളിലും പാർട്ടികളിലും ഉന്നതരുമൊത്തുള്ള സദ്യയുമൊക്കെയുമായി സമയം ചെലവഴിക്കുന്ന പ്രകൃതമായിരുന്നു അദ്ദേഹത്തിന്. ഒരു റോമൻ കത്തോലിക്കനായിരുന്നെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ട അദ്ദേഹം പള്ളിയിൽ പോകാറില്ലായിരുന്നു. എൻ്റെ ഭവനത്തിലേക്ക് അവർ രണ്ടുപേരും പ്രവേശിച്ച ഉടൻ തന്നെ അവർക്ക് സുഗന്ധം അനുഭവപ്പെട്ടു. ഫ്ലാറ്റ് മുഴുവൻ പെർഫ്യൂം അടിച്ചിരിക്കുകയാണോ എന്നവർ ചോദിച്ചു. എനിക്കൊരു സുഗന്ധവുമില്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അദ്ദേഹം ഇത് ദൈവത്തിൽ നിന്നുള്ള അടയാളമായി കണക്കാക്കി. അവർ തിരിച്ചു പോകുമ്പോൾ രാത്രി വൈകിയിരുന്നു. എന്നാൽ നേരെ വീട്ടിലേക്ക് പോകുന്നതിന് പകരം ഇവിടെയുണ്ടായ അനുഭവത്തിന്റെ സ്വാധീനത്തിൽ അദ്ദേഹം തുറന്നു കിടക്കുന്നത് കണ്ട ആദ്യത്തെ പള്ളിയിൽ കയറി. അകത്തു കടന്നപ്പോൾ അവിടെ വെളിച്ചമുണ്ടായിരുന്നില്ല. ആരെയും കാണാനും ഉണ്ടായില്ല. അദ്ദേഹത്തിന് സങ്കോചം തോന്നി. എങ്കിലും വിജനമായ പാർശ്വഭാഗത്തൂടെ നടന്ന് അൾത്താരയുടെ സമീപം ചെന്ന് ക്രിസ്തുവിന്റെ മുമ്പിൽ മുട്ടുകുത്തി. വികാരഭരിതനായ അദ്ദേഹം 7 വ്യക്തിപരമായ ചോദ്യങ്ങൾ കർത്താവിനോട് ചോദിച്ചു. ഒരടയാളവും ചോദിച്ചു. ആ സമയം തന്നെ പിറകിൽ നിന്നൊരു കിരുകിര ശബ്ദം അദ്ദേഹം കേട്ടു. എന്നാൽ കർത്താവെ, എനിക്ക് വിശ്വസിക്കാൻ ഇത്രയും പോരാ എന്ന് അദ്ദേഹം കർത്താവിനോട് പറഞ്ഞു. പിന്നീട് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഈ സമയത്ത് അദ്ദേഹം പള്ളിയിൽ പോയതോ കർത്താവിനോട് ചോദ്യം ചോദിച്ചതോ ഒന്നും ഞാൻ അറിയുന്നില്ല. അടുത്ത ദിവസം അതിരാവിലെ കർത്താവ് എന്നെ വിളിച്ചു. ആ വ്യക്തിക്ക് വേണ്ടിയുള്ള ഒരു സന്ദേശം എഴുതിയെടുക്കുവാൻ പറഞ്ഞു. ഞാൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വിളിച്ചു. യേശുവിൽ നിന്ന് അദ്ദേഹത്തിനൊരു സന്ദേശമുണ്ടെന്നും വന്ന് അത് കൊണ്ടുപോകണമെന്നും പറഞ്ഞു. ദൈവത്തിൽ നിന്നും നേരിട്ട് അവിടുത്തെ വചനം കിട്ടുന്നു എന്ന് പറയുമ്പോൾ ആളുകൾക്ക് എത്രമാത്രം ഞെട്ടലുണ്ടാകുമെന്ന് ഞാൻ ഓർത്തതേയില്ല. അതുകൊണ്ട് ഒരു സാധാരണ മട്ടിലാണ് ഞാനത് പറഞ്ഞത്. ഞാൻ വാതിൽ തുറന്നപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഭാവം ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും ചിരി വരുന്നുണ്ട്. മുഖത്ത് അടിയേറ്റ ഭാവം, കണ്ണുകളിൽ നിറഞ്ഞ കുറ്റബോധം. ഇന്നലെ പള്ളിയിൽ നിന്നും ഇറങ്ങിപ്പോയ അവസ്ഥ പറഞ്ഞതിൽ നിന്ന് അദ്ദേഹം ന്യായമായും കർത്താവിൽ നിന്ന് ഏറ്റവും നിശിതമായ ശകാരമാണ് പ്രതീക്ഷിച്ചിരുന്നത്. അദ്ദേഹം കൂനിപ്പോയിരുന്നു. ചുരുങ്ങി ചെറുതായതുകൊണ്ട് പഴയ പൊക്കമൊന്നും ഇപ്പോഴില്ല. ഭൂമി വാപിളർന്ന് തന്നെ അങ്ങ് വിഴുങ്ങിയിരുന്നെങ്കിലെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ. എങ്ങനെ അദ്ദേഹം അത്ര ചുരുങ്ങിപ്പോയെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. അക്ഷരം മിണ്ടാതെ അദ്ദേഹം കടന്നു വന്നു. ആ സന്ദേശം അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ കരം വിറയ്ക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ആ സന്ദേശം വായിച്ചു തുടങ്ങിയപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ ഭാവം മാറുന്നത് ഞാൻ കണ്ടു.
ഒരു പ്രകാശകിരണം പതിച്ചാൽ എന്ന പോലെ അദ്ദേഹത്തിന്റെ മുഖം സാവകാശം പ്രസാദപൂർണമായി. എന്നിരുന്നാലും ആ ഞെട്ടലിൽ നിന്ന് അദ്ദേഹം മുക്തനായിരുന്നില്ല. ഇന്നലത്തെ എൻ്റെ 7 ചോദ്യങ്ങൾക്കും കർത്താവ് മറുപടി തന്നിരിക്കുന്നു എന്ന് അദ്ദേഹം വിക്കി പറഞ്ഞു. ആ നിമിഷം മുതൽ അദ്ദേഹത്തിന്റെ ജീവിതം പാടെ മാറി. ക്ഷമിക്കപ്പെട്ടതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. കർത്താവിന്റെ സ്നേഹത്തിന്റെ ഒരു ഉറച്ച സാക്ഷ്യവും വിട്ടുവീഴ്ചയില്ലാത്ത ക്രിസ്ത്യാനിയുമായി അദ്ദേഹം മാറി. ഈ പുതിയ സന്തോഷം കണ്ടെത്തിയപ്പോൾ അവിടെ അടുത്തായി ഫ്രാൻസിൽ താമസിക്കുന്ന തൻ്റെ ഉറ്റ സ്നേഹിതനും ഇതുപോലെ ദൈവത്തെ കണ്ടുമുട്ടാൻ ഇടയാക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി. വിനോദവിഹാരങ്ങൾ തേടി നടക്കുന്നതിൽ ഇദ്ദേഹം ആയിരുന്നതിനേക്കാൾ ഒട്ടും പിന്നിലല്ലാത്ത അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. വാരാന്ത്യത്തിൽ സ്വിറ്റ്സർലൻഡിലേക്ക് വരണമെന്ന് പറഞ്ഞു. എന്നാൽ ഇദ്ദേഹം ദൈവത്തെ കണ്ടെത്തിയ കാര്യം സുഹൃത്തിനത്ര ഇഷ്ടപ്പെട്ടില്ല. നൃത്തശാലകളിലും പാർട്ടികൾക്കുമൊക്കെ രാത്രി തോറും കൂടെ വന്നിരുന്ന ഒരാൾ ഇപ്പോഴിതാ ദൈവത്തെപ്പറ്റി സംസാരിക്കുന്നു. എന്തൊരു വൈരുദ്ധ്യം! അവസാനം ആ ഫ്രഞ്ച് മനുഷ്യൻ ഈ വാരാന്ത്യ ക്ഷണം സ്വീകരിച്ചു. കൂടാതെ വളരെ വൈമനസ്യത്തോടെ എന്നെ കാണാൻ വരാനും സമ്മതിച്ചു. കൂടോത്രക്കാരി കിളവി എന്നാണ് ഇതിനകം എനിക്ക് അയാൾ പേരിട്ടിരുന്നത്. അദ്ദേഹം എൻ്റെ വീട്ടിലെത്തിയപ്പോൾ ജീൻസും വെള്ള ടീഷർട്ടും ധരിച്ച് നല്ല പ്രസരിപ്പുള്ള ഒരു സാധാരണ സ്ത്രീയെയാണ് അയാൾ എന്നിൽ കണ്ടത്. അതോടുകൂടി കൂടോത്രക്കാരി കിളവി എന്ന ഭാഗം അയാൾ ഉപേക്ഷിച്ചു. ഏതായാലും ഞങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ഒരു ശവക്കല്ലറ പോലെ നിശബ്ദനായിരുന്നു. അവർക്ക് ഞാൻ വരാന്തയിൽ ഡിന്നർ വിളമ്പി. ഡിന്നർ കഴിഞ്ഞപ്പോൾ ഞാൻ അലമാരയുടെ അടുത്ത് ചെന്ന് ഒരു നോട്ട് ബുക്ക് എടുത്ത് അതിലുള്ള കൈയക്ഷരം അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു. അപ്പോഴും അദ്ദേഹം ഒരക്ഷരവും സംസാരിച്ചില്ല. നോട്ട് ബുക്ക് കയ്യിൽ വാങ്ങിച്ച് പെട്ടെന്ന് മറിച്ചു നോക്കിയിട്ട് തിരിച്ചു തന്നു. ഞാൻ അകത്തു പോയിട്ട് അത് സ്വീകരണ മുറിയിലെ താഴ്ന്ന മേശയിൽ വെച്ചു. ഡിന്നറിന്റെ പാത്രങ്ങൾ എടുക്കാനായി ഞാൻ പുറത്തുപോയി. അയാൾ ഇരുന്ന സ്ഥലത്തുകൂടി ഞാൻ കടന്നുപോയപ്പോൾ വളരെ ആസ്വാദികരമായ ഒരു സുഗന്ധം ആ കൃത്യസ്ഥലത്ത് മാത്രം എനിക്ക് അനുഭവപ്പെട്ടു. അദ്ദേഹം ഇരുന്നിരുന്ന ആ പ്രത്യേക സ്ഥലത്തിന് വെളിയിൽ അല്പം പോലും സുഗന്ധമില്ല. ഞാൻ അവരെ ആ സുഗന്ധപൂരിതമായ സ്ഥലത്തേക്ക് വിളിച്ചു. അവർ വരാന്തയിലേക്ക് ഇറങ്ങി വന്നു. പരിമളം അനുഭവിച്ചു. ഉടനെ ഫ്രാൻസിൽ നിന്നുള്ള ആ സുഹൃത്ത് പ്രശാന്തനായി പറഞ്ഞു, ഇത് ആ നോട്ട് ബുക്കിൽ നിന്നുള്ള സുഗന്ധമാണ്. നോട്ട് ബുക്കുകളിൽ ഞാൻ പെർഫ്യൂം അടിച്ചിരിക്കുകയാണെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നോട്ട് ബുക്കുകൾ ഞാൻ ഒരിക്കലും സുഗന്ധം പൂശാറില്ല. ഇത് നിങ്ങൾക്കുള്ള അടയാളമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ച് സ്വീകരണ മുറിയിലെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന നോട്ട് ബുക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അതെടുത്ത് മണത്തു നോക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു മണവും കിട്ടാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ തന്നെ നോട്ട് ബുക്കിന് ഒരു മണവും അദ്ദേഹത്തിന് തോന്നിയില്ല. വികാരങ്ങൾ പുറത്തു കാണിക്കാത്ത തരത്തിൽപ്പെട്ട ആളാണ് ആ സുഹൃത്ത്. എന്നാൽ ഉള്ളിൽ അദ്ദേഹം നുറുങ്ങിയിരുന്നു. പോയ വഴി ഏതെങ്കിലും പള്ളിയുടെ മുമ്പിൽ വണ്ടി നിർത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു ജാള്യതയും കൂടാതെ അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്ത് അതിശയിച്ചു പോയി. ക്രിസ്തു ചെറിയൊരടയാളത്തിലൂടെ അദ്ദേഹത്തിന്റെ വിശ്വാസം പുനഃസ്ഥാപിച്ചിരുന്നു. ഒരു സുഗന്ധാഭിഷേകത്താൽ അദ്ദേഹത്തെ സമാവരണം ചെയ്തുകൊണ്ട്. ദൈവത്തിനറിയാം എന്താണ് ആ മനുഷ്യന് ആവശ്യമായിരുന്നതെന്ന്. ആ അടയാളം അവിടുന്ന് നൽകി. ദൈവം അത്ഭുതകരമായ രീതിയിൽ തന്നെ ഓരോരുത്തർക്കും അനുരൂപനാക്കുന്നു. നമുക്കെപ്പോൾ എന്താവശ്യമുണ്ടെന്ന് അവിടുത്തേക്കറിയാം. നമ്മുടെ ശ്രദ്ധ ഏറ്റവും നന്നായി കിട്ടാൻ പറ്റിയ വിധത്തിൽ അവിടുന്ന് നമ്മെ സമീപിക്കുന്നു. ചിലപ്പോൾ നമ്മെ ഭയപ്പെടുത്താതിരിക്കാൻ വളരെ ദുർബലനായി അവിടുന്ന് വരുന്നു. മറ്റു ചിലപ്പോൾ നമ്മെ ഉണർത്താൻ നാടകീയ രീതിയിലും അവിടുന്ന് വരുന്നു. ദൈവത്തിന്റെ സമൃദ്ധി ഓരോ സൃഷ്ടിയുടെ മേലും വർഷിക്കപ്പെടുന്നു. നമ്മുടെ ഈ കാലഘട്ടത്തിൽ അത് വളരെ ക്ലേശകരമാണ്. കാരണം ദൈവമൊഴിച്ചെല്ലാം ജനങ്ങളുടെ മനസ്സിൽ ബലമായി നിറച്ച് വിശ്വാസികളായിരുന്നവരെ അവിശ്വാസികളാക്കി മാറ്റിക്കൊണ്ട് യുക്തിവാദവും ഭൗതികവാദവും നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ എല്ലാ മേഖലയെയും കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അവർ മറന്ന ദൈവം അവരെ മറന്നില്ല. കർത്താവ് തന്നെ പറയുന്നു, അവരോട് പറയുക, അവർ മറന്ന ദൈവം ഒരിക്കലും അവരെ മറന്നിട്ടില്ലെന്ന്. 27/5/1993, 28/1/1995, 19/8/1996. നമ്മുടെ ഏറെ ക്ഷയിച്ചുപോയ ആത്മീയ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ തന്നെ അനുരൂപപ്പെടുത്തിക്കൊണ്ട് നാം ഒരിക്കലും അർഹിക്കാത്ത കൃപകളിലൂടെ ദൈവം അവിടുത്തെ അനന്തമായ സ്വർഗീയ കരുണ
നമ്മുടെ മേൽ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഓരോ ആത്മാവിനെയും അന്വേഷിച്ച് നടക്കുകയാണ്. അവിടുന്ന് പറയുന്നു, ഒരു നദീതീരത്തു കൂടി നടക്കുമ്പോൾ ഒഴുകി നടക്കുന്നൊരു തടിക്കഷ്ണം ഞാൻ കണ്ടു. ലോകത്തിന്റെ പ്രവാഹത്തിൽപ്പെട്ട് അത് ഒഴുകി നീങ്ങുകയായിരുന്നു. ഞാൻ കുനിഞ്ഞ പ്രവാഹത്തിൽ നിന്ന് അതിനെ പൊക്കിയെടുത്തു. എന്നോടൊപ്പം ഞാൻ അതിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ പരമാനന്ദത്തിൻ്റെ പൂന്തോട്ടത്തിൽ ഞാനത് നട്ടു. ഉണക്കത്തടിയായ നിന്നിൽ നിന്ന് ഞാനൊരു വൃക്ഷം മെനഞ്ഞു. ഞാൻ പറഞ്ഞു, വളരുക, എൻ്റെ സ്വന്തം വസ്തുവിൽ, എൻ്റെ പൂന്തോട്ടത്തിൽ വളർന്നു വേരുറപ്പിക്കുക. നീ പൂവിടുമ്പോൾ പ്രസരിക്കുന്ന പരിമളം എൻ്റെ ദൈവിക നീതിയെ ശമിപ്പിക്കട്ടെ. വീണ്ടും ഞാൻ പറഞ്ഞു, മാസം തോറും ഈ ചെടിയുടെ മുള പൊട്ടും. നിന്റെ ഇലകൾ അനേകർക്ക് സൗഖ്യവും നൽകും. ഇടയ്ക്കിടയ്ക്ക് നിന്നെ വെട്ടിയൊരുക്കുന്നതിൽ ഞാൻ ആനന്ദം കണ്ടെത്തും. പൂക്കൾ വിടരുന്നതും ഫലം കായ്ക്കുന്നതും കാണുന്നതാണ് എൻ്റെ ആനന്ദം. ജലധാര മാത്രമേ നിനക്ക് ജീവനും വളർച്ചയും പ്രദാനം ചെയ്യുകയുള്ളൂ. യഹോവയായ ഞാൻ നീ അഭിവൃദ്ധിപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും. എൻ്റെ യാത്രയിൽ ഇങ്ങനെ ഇടയ്ക്ക് ഒഴുകി നടക്കുന്ന മരക്കഷ്ണങ്ങൾ ശേഖരിക്കുന്നതിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു. എൻ്റെ വഴിയിൽ ഞാൻ ശേഖരിക്കുന്ന എന്തിനും ജീവൻ നൽകാൻ എനിക്ക് കഴിയും. നിങ്ങൾ കേട്ടത് സ്വർഗം ഒരു യാഥാർത്ഥ്യം, നരകവും അതുപോലെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.